ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. മണ്ഡലത്തിലെ നവകേരള സദസ് ഡിസംബർ 21 വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മാമം മൈതാനത്താണ് സംഘടിപ്പിക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ 9 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും ആറ്റിങ്ങൽ നഗരസഭയിൽ നിന്നുമുള്ള ആളുകൾ സദസ്സിൽ പങ്കെടുക്കുമെന്ന് ആറ്റിങ്ങൽ MLA OS അംബിക അറിയിച്ചു. അതൻപിച്ച ഒരു പരിപാടിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ പേരും അതിൽ പങ്കെടുക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുകയാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് 2023 ഡിസംബർ 21 വ്യാഴാഴ്ച 3 മണിക്ക് ആറ്റിങ്ങൽ മാമം മൈതാനിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിലെ 9 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നിന്നുള്ള ആളുകളാണ് ഈ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നത്. മാമം മൈതാനിയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നവകേരള സദസ്സിനോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ, വിപുലമായ പരിപാടികൾ, അനുബന്ധ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഒരു ക്രിക്കറ്റ് മത്സരം, മാരത്തോൺ, ഷട്ടിൽ, ബാഡ്മിന്റൺ, ഖോഖോ, ബോക്സിംഗ് എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. കരേറ്റ മത്സരം 17-ാം തീയതി ശ്രീപാദ സ്റ്റേഡിയത്തിൽ വെച്ചും മെഗാ തിരുവാതിര നഗരൂർ കല്യാണ മണ്ഡപത്തിലുമാണ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നത്. 19-ാം തീയതി ബൈക്ക് റാലി കിളിമാനിൽ നിന്നും ആറ്റിങ്ങൽ മാമം മൈതാനിൽ വരെ നമ്മുടെ ബൈക്ക് റാലി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ 20 കൗണ്ടറുകൾ ഈ ആളുകൾക്ക് ജനകീയമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വരുന്ന പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി 20 കൗണ്ടറുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി ഇരിക്കുകയും മറ്റ് 21 കസേരകളുമായി മറ്റു മന്ത്രിമാർ ഇരുന്നുകൊണ്ട് വിവിധ ആളുകളുടെ പരാതികൾ അവിടെ ചർച്ച ചെയ്യപ്പെടുകയും അതുമായി മറ്റു മന്ത്രിമാരുടെ ഓരോരുത്തരും ഉദാഹരണമായി കാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ കൃഷിമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് സംവാദം നടത്തിക്കൊണ്ട് അതിൽ പ്രശ്ന പരിഹാരം കാണുന്നത്. സദസ്സിനോടനുബന്ധിച്ച് ക്രിക്കറ്റ് മത്സരം, മാരത്തോൺ, ഷട്ടിൽ, ബാഡ്മിന്റൺ, ബോക്സിംഗ്, വീട്ടുമുറ്റ സദസ്സുകൾ എന്നിവയും സംഘടിപ്പിച്ചു വരുന്നു. വരും ദിവസങ്ങളിൽ കരാട്ടെ ചാമ്പ്യൻഷിപ്പ്, മെഗാ തിരുവാതിര, ബൈക്ക് റാലി, വിളംബര ജാഥ എന്നിവയും സംഘടിപ്പിക്കും. ഇതിന്റെ ഉള്ളടക്കം നമ്മുടെ നാടിന്റെ വികസനം തന്നെയാണ്. വികസനം എന്ന് പറഞ്ഞാൽ ഈ നാട് ഈ രാജ്യത്തെ മറ്റ് ഒരു സംസ്ഥാനത്തെ പോലെയല്ല, മറിച്ചൊരു നിലപാട് സ്വീകരിക്കുന്ന നയപരിപാടികളാണ് ഈ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത്. ഇതിലേറ്റവും പ്രധാനം വീട്ടുമുറ്റ കൂട്ടായ്മ. ഏതാണ്ട് ഒരു വാർഡിൽ 3, 4, 5 444 വീട്ടുമുറ്റ കൂട്ടായ്മയാണ്. ഏകദേശം 44,000 പേര് വീട്ടുമുറ്റ കൂട്ടായ്മയിൽ പങ്കെടുക്കും. ആവേശകരമായ ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ഭാവി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വരുന്ന 25 വർഷം, ആ 25 വർഷത്തിനുള്ളിൽ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ മധ്യവരുമാനക്കാരുടെ ജീവിതതലം കേരളത്തിൽ വേണം. അതാണ് പൊതുജനങ്ങൾക്ക് പരാതികൾ നൽകുന്നതിനായി 20 കൗണ്ടറുകൾ സദസ്സിൽ സജ്ജമാക്കും. 20-ാം തീയതി ബുധനാഴ്ചയാണ് നവകേരള സദസ് ജില്ലയിൽ പ്രവേശിക്കുക. വർക്കലയിലെ സദസ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആറ്റിങ്ങലിലെത്തും. 21-ന് രാവിലെ മാമം SS പൂജ കൺവെൻഷൻ സെന്ററിൽ ആറ്റിങ്ങൽ, വർക്കല, നെടുമങ്ങാട്, ചിറയൻകീഴ്, വാമനപുരം മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട 50 പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിച്ച് പ്രഭാത യോഗം ചേരുമെന്ന് സംഘാടക സമിതി ആറ്റിങ്ങലിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. മുന്നൊരുക്കങ്ങളും പൂർത്തിയായി വരികയാണ്. ചരിത്രത്തിലെ ഒരു സംഭവമായി മാറുന്ന അവസ്ഥയിലേക്കാണ് ഈ നവകേരള സദസ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും നടപ്പിലാക്കിയ ഒരു സർക്കാരിൻ്റെ പരിച്ഛേദമാണ് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. തീർച്ചയായിട്ടും ഈ നവകേരള സദസ്സ് പൂർണ്ണമാകുമ്പോൾ ഒരു പുതിയ അനുഭവം നമ്മുടെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടുകയാണ്. ഇനി വികസന പ്രവർത്തനങ്ങൾക്ക് എന്തെല്ലാമാണെന്ന് ആരായുന്നതിനാണ് ഈ മന്ത്രിസഭ ഒന്നടക്കം ജനങ്ങളിലേക്ക് എത്തുന്നത് എന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വീട്ടുമുറ്റ കൂട്ടായ്മകൾ നമ്മൾ കൂടുന്നുണ്ട്. അതായത് ഒരു വാർഡിൽ മിനിമം 3 കൂട്ടായ്മകൾ, ചില വാർഡുകളിൽ അതിൽ കൂടുതൽ കൂട്ടായ്മകൾ നമ്മൾ കൂടിയിട്ടുണ്ട്. ആ വീട്ടുമുറ്റ കൂട്ടായ്മകളിൽ ലഭിച്ച അപേക്ഷകൾ ഇപ്പോൾ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ വാർഡ് തലത്തിൽ തന്നെ നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആ മാറ്റിവെച്ചിരിക്കുന്ന അപേക്ഷകൾ അന്ന് നമ്മുടെ ഇവിടെ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. 20 കൗണ്ടറാണ്, സർപ്പൻറ്റൈൻ കൗണ്ടറാണ്. അതായത് നമ്മൾ ശബരിമലയിൽ
ആ ക്യൂ നിന്ന് നമ്മൾ ക്ഷേത്രത്തിനകത്തോട്ട് പ്രവേശിക്കുന്നത് പോലെ ഈ സർപ്പന്റൈൻ ക്യൂവിൽ നിന്നുകൊണ്ട് ആണ് നമ്മൾ ഏത് കൗണ്ടറിലാണോ വേക്കൻസി ഉള്ളത്, അതായത് 20 കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കൗണ്ടർ ഭിന്നശേഷിക്കും, 3 കൗണ്ടർ മുതിർന്ന പൗരന്മാർക്കും, 8 കൗണ്ടറുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. 8 കൗണ്ടർ ജനറൽ കൗണ്ടറാണ്. അവിടെ ആറ്റിങ്ങൽ നിയോജകമണ്ഡലം MLA OS അംബിക, ഡെപ്യൂട്ടി കളക്ടർ ചെറുപുഷ്പ ജ്യോതി, കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് BP മുരളി, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് S കുമാരി, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ R രാമു, മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A നഹാസ്, ചിറയൻകീഴ് തഹസീൽദാർ T വേണു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനങ്ങളുമായി ആലോചിച്ച് അവരുടെ അഭിപ്രായം തേടുന്നതിനും വേണ്ടിയാണ് നവകേരള സദസ് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും സർക്കാർ നടത്തി വരുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഡിസംബർ 21-ാം തീയതി മാമം ഗ്രൗണ്ടിൽ വെച്ച് വൈകുന്നേരം 3 മണിക്കാണ് നവകേരള സദസ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളായി മണ്ഡലാടിസ്ഥാനത്തിൽ സംഘാടക സമിതി വളരെ വിപുലമായ രീതിയിൽ രൂപീകരിച്ചിട്ടുള്ളതും 9 സബ് കമ്മിറ്റികൾ അതിന് അനുബന്ധമായി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് 9 പഞ്ചായത്തിലും നഗരസഭയിലും നമ്മൾ പഞ്ചായത്ത് തല സംഘാടക സമിതികളും സബ് കമ്മിറ്റികളും രൂപം കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ ഒരു പുതിയ അനുഭവമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ഇടത്തരക്കാരുടെയും ആബാലവൃദ്ധം ജനങ്ങളുടെയും ഒരു പരിച്ഛേദമായി ഈ പരിപാടി ആറ്റിങ്ങലിൽ മാറുകയാണ്. അപ്പോൾ ആറ്റിങ്ങലിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരുപാട് ചരിത്രമുള്ള ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ ആറ്റിങ്ങൽ. ഇവിടെയുള്ള കർഷകർ, കർഷക തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, മറ്റ് വിവിധ മേഖലകളിലുള്ള ജനവിഭാഗങ്ങൾ, അവരുടെ എല്ലാം വിഷയങ്ങൾ നമ്മുടെ വീട്ടുമുറ്റ കൂട്ടായ്മകളിൽ ഗംഭീരമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് We are Euroflare Education Overseas Consultants. Also, we provide IELTS and spoken English classes for our clients. For more details, contact us. Euroflare Education Overseas Attingel. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.